എൻ്റെ പേര് സീതാലക്ഷ്മി. നമുക്കെല്ലാവർക്കും പ്രഥമമായൊരു ലക്ഷ്യമുണ്ട് ജീവിതത്തിൽ. നമ്മളെല്ലാവരും അതിൻ്റെ പിറകിലാണ് അവസാന ശ്വാസം വരെ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് UPSC എക്സാം ക്ലിയർ ചെയ്യുക എന്നത്. ഇതെൻ്റെ 3rd അറ്റംപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വാക്കുകളാൽ പറഞ്ഞാൽ തീരാത്ത സ്ട്രെസ്സുണ്ട്. അമ്മേ, ഞാൻ എക്സാം പാസ്സായി. ദൈവം നിന്റെ കൂടെ ഉണ്ട് മോളെ. ഞാൻ നന്നായി ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചായിരുന്നു. ഇത് കാണാൻ അച്ഛനില്ലല്ലോ എന്നുള്ള ഒറ്റ സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അമ്മ, എനിക്ക് കോൾ വരുന്നു. ഞാൻ അങ്ങോട്ട് വിളിക്കാവേ. ആ മോളെ, ശരി. ശരി. ഹലോ, എൻ്റെ പേര് രാം പ്രസാദ്. ഞാൻ ആസ്പിറൻസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്നുണ്ട്. സീതാലക്ഷ്മി അല്ലേ? അതെ. എനിക്കൊരു ഇന്റർവ്യൂ ചെയ്യണമായിരുന്നു. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ? അതിനെന്താ, വൈ നോട്ട്. ഓ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്താ സാറേ, ഉറക്കമൊക്കെ കഴിഞ്ഞോ? നൈറ്റ് ഡ്യൂട്ടി അല്ലായിരുന്നു? ഒരു സന്തോഷ വാർത്തയുണ്ട്. ഫൈനലി ഇൻ മൈ 3rd അറ്റംപ്റ്റ് ഐ ക്രാക്ഡ് ഇറ്റ്. എനിക്കിപ്പോൾ ലോകം ജയിച്ച ഫീലാ. ഐ എം സോ ഫ്രീക്കിൻ ഹാപ്പി. നീയും കൂടെ വേണമായിരുന്നു ഇപ്പോൾ ഇവിടെ. നീ എവിടെയാ? എന്തു പറ്റി? സൗണ്ടിലൊന്നും ഒരു എനർജി ഇല്ലാത്തത്? ഹലോ, ഞാൻ നിന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞു എന്നെ വിളിക്കലൊന്ന്. പിന്നെ എന്തിനാ ചുമ്മാ കിടന്ന് വിളിക്കുന്ന? എഡ്വിൻ, ഇത് വല്ല പ്രാങ്കും ആണോ? ആണെങ്കിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂഡിലല്ല കേട്ടോ ഞാൻ. എനിക്ക് ബ്രേക്കപ്പ് വേണം. എടാ, ഞാനൊന്ന് രാവിലെ തൊട്ട് ശ്രദ്ധിക്കുന്ന. എന്താ കാര്യം എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് പറ. എനിക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണെന്ന് എഴുതിക്കോ, അത്രേ ഉള്ളൂ. എന്ത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്? ഇതെപ്പം മുതലാ തുടങ്ങിയത്? കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. നീ കാര്യം പറ. ഹലോ ഹലോ, മിക്കവരുടെയും ബ്രേക്കപ്പ് സംഭവിക്കുന്നത് ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലെ മോശം അവസ്ഥയിലായിരിക്കും. പക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷത്തിലായിരുന്നു എന്ന് മാത്രം.
UPSC പരീക്ഷ പാസ്സായ ദിവസം സന്തോഷിക്കണോ കരയണോ എന്നറിയാതായിരുന്നു ഞാൻ എന്ത് ചെയ്തിട്ടാന്ന് എനിക്ക് അറിയില്ല അമ്മേ. മോളെ നീ കരയാതിരിക്കെ. ഇത്രയും നല്ല ദിവസം വെറുതെ കരഞ്ഞു കളയുന്നത് എന്തിനാ? ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, പെട്ടെന്നാ വിളിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്. മോളെ എല്ലാം നല്ലതിനാന്ന് കരുതിയാ മതി. നീ കരയാതെ. ശരി അമ്മ, ഞാൻ വിളിക്കാം. മോളെ നീ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കരുത് കേട്ടോ. ഞാൻ വിളിക്കാം. ശരി. അളിയാ, ഞാനേ ഒരു കാര്യം ചിന്തിക്കുമായിരുന്നു. ഈ പഠിക്കാൻ ബുദ്ധിയുള്ള പിള്ളേരല്ലേ, ഇവന്മാരെങ്ങനെയെങ്കിലും പഠിച്ച് ഇവന്മാർ രക്ഷപ്പെടും. പിന്നെ ഈ പഠിക്കാൻ ബുദ്ധിയില്ലാത്ത പിള്ളേർ പക്ഷേ വീട്ടിൽ കാശുണ്ട്, ഇവന്മാർ കെട്ടിയെടുക്കും നേരെ അബ്രോഡ്. എന്നിട്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും വേല ചെയ്ത് ഇവന്മാർ സമ്പന്നന്മാരാവും. ഇവിടെയാണ് പഠിക്കാനുള്ള ബുദ്ധിയില്ല, വീട്ടിലാണ് കട്ട ദാരിദ്ര്യം. അളിയ എന്തൊരു ജീവിതമാണെന്ന് ഓർക്കുന്നത്. അളിയ അടുത്ത മാസമെങ്കിലും നല്ലൊരു സ്ഥിരവരുമാനമുള്ള ജോലി കിട്ടിയില്ലെങ്കിൽ എൻ്റെ പൊന്നളിയ നമ്മൾ രണ്ടുപേരും അടപടലം മൂഞ്ചും. ഓർത്ത് വെച്ചോ ഡേയ്, ഓർത്ത് വെച്ചോ. ഇവനിതെന്തു പറ്റി ഡാ? ഡാ എന്തു പറ്റി? നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഞാൻ അവളായിട്ട് ബ്രേക്കപ്പ് ചെയ്തു. നിനക്കെന്താ വല്ല പ്രാന്തുണ്ടോ? അതിന് മാത്രം ഇപ്പം എന്താ ഉണ്ടായ? ഞാൻ അവളെ വിളിച്ച് സംസാരിക്കണോ? നിങ്ങളുടെ എല്ലാ വിഷയത്തിനും ഞാനാണല്ലോ ഇടയ്ക്ക് വന്ന് ഒരു മീഡിയേറ്ററെ പോലെ കോംപ്രമൈസ് ചെയ്യുന്നത്. എടാ കാര്യം എന്താന്ന് പറ നീ. എടാ എനിക്കിതെങ്ങനെ പറയണമെന്ന് അറിയില്ല. എടാ നീ ഇത് മനസ്സിൽ വെച്ചോണ്ടിരിക്കാൻ നീ ഉള്ള കാര്യം തെളിയിച്ചു പറ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. നീ കാര്യം എന്താന്ന് പറ. എടാ ഞാനീ പറയാൻ പോണ കാര്യം നീ ആരോടും പറയില്ല. എടാ നീ എന്നെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതാണോ? നീ കാര്യം എന്തായാലും തെളിയിച്ചു പറ. കാര്യം പറയളിയാ. സിത, നീ എന്താ ഇവിടെ? എഡ്വിൻ, നീ കാര്യം എന്താന്ന് പറ. കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ. അതല്ല കാര്യമെന്ന് എനിക്ക് അറിയാം എഡ്വിൻ. സത്യം എന്താ നീ പറയാതെ ഞാൻ ഇവിടുന്ന് ഒരു ഇഞ്ച് അനങ്ങത്തില്ല. നീ പോകാൻ നോക്ക്. അങ്ങനെ ഞാനിപ്പോൾ പോകുന്നില്ലെങ്കിലോ? എങ്കിൽ ഞാൻ പറയുന്ന ചെവി തുറന്ന് കേക്ക്. എനിക്ക് വയ്യോ മുന്നോട്ടൊരു നിറഞ്ഞപ്പൊടി ജീവിക്കുക. നിനക്കാണല്ല സമൂഹത്തിൽ നല്ല നിലയും വിലയും. എനിക്കൊരു ചാവാലിപ്പറ്റിയുടെ വില പോലുമില്ല. ഇതിലും ഭേദം സിംഗിളായിട്ട് ജീവിക്കുന്നേ. പയ്യപ്പയ്യ നിനക്ക് തോന്നി തുടങ്ങും നിന്റെ സ്റ്റാറ്റസിന് പറ്റിയ ഒരാൾ നിനക്ക് മതിയെന്ന്. അങ്ങനെ ഒരു ഏഴാങ്കുലി അവൻ എനിക്ക് വയ്യ. നീ ആദ്യം പറഞ്ഞത് നീ പറഞ്ഞു, പക്ഷെ നീ രണ്ടാമത് പറഞ്ഞത്. യു ഡോണ്ട് ഫക്കിംഗ് ഡെയർ ടു ജഡ്ജ് മീ. നീയാണോ തീരുമാനിക്കുന്നത് ഞാൻ എന്താ ചിന്തിക്കുന്നതെന്ന്? നീ കൂടുതൽ ജസ്റ്റിഫിക്കേഷൻ ഒന്നും നടക്കണ്ട. കാര്യം അറിഞ്ഞല്ലോ, പോകാൻ നോക്ക്. എഡ്വിൻ, നീയാണോ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓക്കെ, എന്റെ UPSC കോച്ചിങ്ങിന് വേണ്ടിയിട്ട് നീ തന്ന 80,000 രൂപ അതെന്റെ ഫസ്റ്റ് സാലറിയിൽ ഞാൻ നിനക്ക് തിരിച്ചു തരും. അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കടം മേടിച്ചിട്ടായാലും ഞാൻ തരും. അത് മാത്രമേ ഉള്ളൂ നീയും ഞാനും തമ്മിലുള്ള ഇനിയുള്ള ബന്ധം. നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. ഈ അഭിനയം നിർത്തിട്ടെ ഇവിടെ തുടങ്ങി പോകാൻ നോക്കടി. അഭിനയോ? നിന്നെ പോലെ നട്ടലില്ലാത്തൊരു മെയിൽ ഷോവനിസ്റ്റിനെ സ്നേഹിച്ചേന് എനിക്ക് എന്നോട് എന്നെ പുച്ഛം തോന്നാം. ഇപ്പോഴെങ്കിലും നിന്റെ തനിനിറം മനസ്സിലായല്ലോ, അത് മതി. ഞാൻ ഇത്ര നേരം നിങ്ങൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുമായിരുന്നു. എനിക്ക് ഇവളോട് കുറച്ച് കാര്യം പറയാനുണ്ട്. കാർത്തിക്, ഇതിനങ്ങനെ പേഴ്സണൽ കാര്യമോ? നീ ഇടപെടണ്ട. എടാ നീ മിണ്ടായിരിക്കും. നിനക്ക് നാണയില്ലേ? നീ ആരാ 90s നായകനോ? എല്ലാം മനസ്സിൽ ഒതുക്കി പിടിച്ചോണ്ട് നടക്കാൻ. നീ ആദ്യം പോയി നിന്റെ പുന്നാര തള്ളയോട് ചോദിച്ചു നോക്കി ഇവനെ വിളിച്ചെന്താ പറഞ്ഞെന്ന്. അവർ പറഞ്ഞു നിനക്ക് പുതിയൊരു ബന്ധത്തിന് താല്പര്യമുണ്ടെന്ന് ഇവനോട് പിന്മാറാനും. നീ തന്നെ ഓർത്തു നോക്കി, ഇവന് നിന്നോട് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ.
ഇവനാണെങ്കിൽ ആ തള്ള പറഞ്ഞ എല്ലാം കേട്ട് മോൻ വെറുപ്പിച്ചോണ്ടിരിക്കുക. നിനക്ക് IAS കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും നാളും നിന്റെ കാര്യമെല്ലാം നോക്കി നടന്ന് ഇവൻ വെറും പാഴ്. കൊള്ളാം. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി ഇതിന്റെ പേരിൽ എന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നമായിട്ട് ഇരുന്നോട്ടെ, ഞാൻ സഹിച്ച്. അല്ല പിന്നെ അവൻ പറഞ്ഞൊക്കെ സത്യമാണോ? അമ്മ എന്തിനാ എഡ്വിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? മോളെ നിന്റെ നല്ലൊരു ജീവിതത്തിന് വേണ്ടി അമ്മ, അവനില്ലാത്തൊരു നല്ല ജീവിതം എനിക്ക് വേണ്ട. അമ്മ അത് ആദ്യം മനസ്സിലാക്കണം. ഞാനിപ്പോ ആ പാവത്തിനോട് എന്തൊക്കെയാ പറഞ്ഞതെന്ന് അമ്മയ്ക്കറിയോ? മോളെ ഞാൻ പറയണ കേക്ക്. ഐ എം സോറി. ആ ഒരു മൊമെൻറ്റിൽ ഞാനും നിന്നെ വെറുതെ സംശയിച്ചു. എന്തോ ഒരു ധൈര്യം വന്നില്ല നിന്നോടൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ. മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. സോറി. നീ ഇല്ലാത്തൊരു നല്ല ജീവിതം എനിക്ക് വേണ്ട.